നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പോഴാ വന്നേ? ആ, ഉഷ എന്തൊക്കെയാടി? പിന്നെ തിരക്കാണോന്നോ? നീ അറിഞ്ഞില്ലേ അഞ്ചുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു. ആ. ഓ, ചെക്കനോ? ചെക്കൻ ഇവിടെ തന്നെ, നമ്മുടെ പാറശാലയിൽ. ആ. അല്ല, നീ എപ്പോഴാ വന്നത്? ആ, പറഞ്ഞു മറന്നു. പിന്നെന്താ, സുഖാണോ നിനക്ക്? ഓ, നമ്മുടെ കൂട്ടരല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ പാടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉം. ആ, വിശേഷം പറയട്ടെ. അടുത്ത മാസം 28-ാം തീയതി കേട്ടോ കല്യാണം. ഏയ്, സ്നേഹിച്ചു കെട്ടാനോ? എൻ്റെ മോളോ ഇവളെപ്പോലെയാ? നല്ല കഥയായി. അവൾക്കെന്തായാലും അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ക അറേഞ്ച്ഡായിട്ട് വന്ന കല്യാണം നമ്മുടെ ബ്രോക്കർ രമേശ് ചേട്ടാ കൊണ്ടുവന്നതാ. ആ. ആ, ഒരുമിച്ചൊരു സ്കൂളിലും കോളേജിലൊക്കെ തന്നെ അവർ പഠിച്ചത്. പക്ഷെ എന്താ രസം, പക്ഷേ ഓൾ ഇതുവരെ ഓനെ കണ്ടിട്ടില്ല. എനിക്കങ്ങുണ്ടല്ലോ അത്ഭുതമായിപ്പോയി. ഞാൻ ചോദിക്കുകയായിരുന്നു, നീ ഇതുവരെ ഓനെ കണ്ടിട്ടില്ലേ എന്നുള്ളത്. പെണ്ണ് കാണാൻ വരുമ്പോൾ അത്ര ആദ്യമായിട്ട് കാണുന്നത്. ആ, നീ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഒരുമിച്ചല്ലേ പഠിച്ചതല്ലേ? ആ, അത് ശരിയാ. ഓളെ അങ്ങനെ കൂട്ടത്തിൽപ്പെടാൻ പറ്റില്ലല്ലോ, ഓളങ്ങനെ ആരോടങ്ങനെ സംസാരിക്കാറൊന്നുമില്ലല്ലോ. ആ. ഏയ്, നമ്മളൊന്നും കൊടുക്കൊന്നും വേണ്ട, എല്ലാവരും തന്നെ ചെയ്യുന്നത്. ആ, അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോൾക്ക് എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങ് ഇതാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഒന്നും കൊടുക്കൊന്നും വേണ്ട. ഇതുണ്ടോ, ഓൻ കൊണ്ട് തന്നതാ. കല്യാണം ഉറപ്പിച്ച് വന്ന് കണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ മറ്റേ ഫോണായിരുന്നല്ലേ. അപ്പോൾ ഓൻ പറഞ്ഞ് അമ്മയ്ക്കൊരു ഫോൺ ഇരിക്കട്ടെ. എനിക്ക് പിടിക്കാൻ തന്നെ പേടിയായത്. ആ, വാട്സപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റാറ്റസൊക്കെ കാണലുണ്ട് ഇവിടെ. പള്ളിയിൽ പോകുന്നതും അതൊക്കെയല്ലേ ഇപ്പം സ്റ്റാറ്റസ്. പിന്നെ ലവ് മാരേജാണ്, അത് ആൾക്കാർ വെറുതെ കുശുമ്പോണ്ട് അങ്ങനെ പലതും പറയും ഇല്ലേ? പക്ഷേ നമ്മൾ പിന്നെ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണം. ചായ ഒന്നും എടുക്കണ്ട, ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. വേഗം പറഞ്ഞിട്ടങ്ങ് പോകുന്ന വെച്ചാൽ തിരക്കി പെയിൻ്റ് അടിക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഉം. കുട്ടികളെ കല്യാണം അങ്ങ് ആവുന്ന ഒരു ഭാഗ്യം തന്നെയല്ലേ. പിന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഇതങ്ങനെയല്ലല്ലോ, എല്ലാത്തിനും നമ്മൾ ഓടി നടക്കണ്ടേ. ആ, സുഖടി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, മറക്കണ്ട കേട്ടോ. നീയും പോരാട്ടോ ഓനെയും കൂട്ടിയിട്ട്. ഓ, അവിടെ ആരും അതിനെപ്പറ്റി ചോദിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ നാട്ടിൽ ആർക്കും അറിയാത്ത നിൻ്റെ കാര്യം, അതുകൊണ്ട് പിന്നെ നീ വരണമെന്നിരിക്കണ്ട. ആ, ആ, ശരി എന്നാൽ.